ഈ ലെസനെ നമുക്ക് വേ ഫ്രാഗൻ അതായത് W ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഈ വേ ഫ്രാഗൻ എന്ന് പറയുന്നത്? വേ എന്നുള്ള ആൽഫബറ്റ് അതായത് W എന്നുള്ള ആൽഫബറ്റ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ വേ ഫ്രാഗൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ കുറച്ച് വേ ഫ്രാഗൻ പ്രീവിയസ് ആയിട്ട് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ലെസണിൽ കണ്ടിരുന്നു. ആദ്യം നമുക്ക് കോമൺ ആയിട്ടുള്ള വേ ഫ്രാഗൻ ഏതൊക്കെയാണെന്ന് നോക്കാം. വി, വേർ, was, welche, wann, wo, wohin, woher. ഇതാണ് കോമൺ ആയിട്ടുള്ള വേ ഫ്രാഗൻ. ഇനി നമുക്ക് ഓരോ വേ ഫ്രാഗയും ഇൻഡിവിജ്വലി നോക്കിയിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. വി എന്ന് വെച്ചാൽ ഹൗ എന്നാണ് അർത്ഥം. എക്സാമ്പിൾ പറയാനാണെങ്കിൽ വി alt bist du എന്ന് വെച്ചാൽ ഹൗ ഓൾഡ് ആർ യു, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്. വേർ എന്നുള്ള ക്വസ്റ്റ്യന്റെ ട്രാൻസ്ലേഷൻ ഹൂ എന്നാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ വേർ ബിസ്റ്റ് ടു എന്നായിരിക്കും. അതായത് ഹൂ ആർ യു, നിങ്ങൾ ആരാണ് എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. വസ് എന്നുള്ള ക്വസ്റ്റ്യന്റെ ട്രാൻസ്ലേഷൻ വാട്ട് എന്നുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ വസ് സിൻഡ് ദൈന ഹോബീസ് എന്ന് വെച്ചാൽ വാട്ട് ആർ യുവർ ഹോബീസ്, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്. അടുത്ത വേ ഫ്രാഗ് എന്ന് പറയുന്നത് വെൽഹെ എന്നുള്ളതാണ്. വെൽഹെ എന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വിച്ച് എന്നാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ വെൽഹെ സ്പ്രാഹൻ സ്പ്രിchst du എന്ന് വെച്ചാൽ വിച്ച് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്, നിങ്ങൾ ഏത് ഭാഷകളാണ് സംസാരിക്കുന്നത്. അടുത്തത് വൺ ആണ്. വണ്ണിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വെൻ എന്നാണ് അർത്ഥം വരുന്നത്, അതായത് എപ്പോൾ. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ വൺ arbeitest du, വെൻ ഡു യു വർക്ക്, എപ്പോഴാണ് ജോലി ചെയ്യുന്നത്. അടുത്ത വേ ഫ്രാഗ് വോ എന്നുള്ള വാക്കാണ്. വോ എന്ന് വെച്ചാൽ വേർ എന്നാണ് അർത്ഥം, അതായത് എവിടെ. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ വോ വോൺസ് ടു, അതായത് വേർ ഡു യു ലിവ്, എവിടെയാണ് താമസിക്കുന്നത്. അടുത്തത് വോഹേർ. വോഹേർ എന്ന് വെച്ചാൽ ഫ്രം വേർ, അതായത് എവിടെ നിന്ന് എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ വോഹേർ കൊംസ് ടു, അതായത് ഫ്രം വേർ ആർ യു കമ്മിങ്, എവിടെ നിന്നാണ് വരുന്നത്. ആൻഡ് അവസാനത്തെ വേ ഫ്രാഗ് വോഹിൻ എന്നുള്ളതാണ്. വോഹിൻ എന്ന് വെച്ചാൽ വേർ ടു, അതായത് എങ്ങോട്ട് എന്നാണ് അർത്ഥം വരിക. ഇതിന്റെ എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ വോഹിൻ ഗേസ് ടു, അതായത് എങ്ങോട്ടാണ് പോകുന്നത്, വേർ ആർ യു ഗോയിങ് ടു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഈ വേ ഫ്രാഗിന്റെ സമ്മറി ഒന്ന് നോക്കാം. വി മീൻസ് ഹൗ, വേർ മീൻസ് ഹൂ, was എന്ന് വെച്ചാൽ what, welche മീൻസ് which, wann എന്ന് പറഞ്ഞാൽ when, wo means where, woher means from where, and wohin means where to.